കഴിച്ചിട്ട് ഇച്ചിരിയേ ഉള്ളു, ഇച്ചിരിയേ ഉള്ളൂന്ന് പറഞ്ഞു. ഹലോ ഗൈസ്, പാപ്പം കഴിക്കാൻ പോകുന്നവരാ. ഗുഡ് മോർണിംഗ് പറഞ്ഞോ? ഗുഡ് മോർണിംഗ്. ഹലോ ഗൈസ്. സൂചി വെച്ചെന്ന് പറ രാവിലെ. സിസ്റ്റർ വന്നെന്ന് പറ. സിസ്റ്റർ അടിച്ചോ? പോട്ടെ കേട്ടോ. യെസ് പറയൂ. സിസ്റ്റർമാരെ അടിച്ച്. യെസ് ഗായ്സ് പറയൂ. യെസ് ബാ കുറുക്ക് കഴിക്കാൻ പോട്ടെ. അങ്ങനെ കുറേ നേരത്തെ വർത്താനം പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ആളിന് ഫുഡൊക്കെ കൊടുത്തത് കഴിഞ്ഞ് അച്ഛനും മോളും കൂടി ഇങ്ങനെ നടക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങി. ഇപ്പം വരാവേ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. പോയിട്ട് അതേ സ്പീഡിൽ തന്നെ തിരിച്ചിങ്ങ് പോന്നു. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അതല്ല പിന്നെ അതിൻ്റെ പുറകിന് അപ്പൂപ്പനും അമ്മാമ്മയും ഒക്കെ വന്നു. പിണക്കമാണോ? ഹലോ ഗൈസ് പറഞ്ഞേ. പേടിയാ ആ പുതിയ കിടക്കുന്ന കണ്ടോ? നല്ലപോലെ കഥമൊക്കെ ഇളകിയിട്ടുണ്ട്. 80% കുറഞ്ഞിട്ടുണ്ട്. നല്ലപോലെ കൈകൊണ്ട് ചെക്ക് ചെയ്യുക. ഈ ഡോക്ടറിനെ ആയിരുന്നു നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഹരൂമ ഡോക്ടർ. ഡോക്ടർ വന്നു പോയ പുറകിന് തന്നെ മീനുട്ടിക്ക് ഉച്ചക്കലത്തെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ഇഞ്ചക്ഷനും നെബിലൈസിങ്ങിനും വന്നു. ആൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങി വന്നതായിരുന്നു. അപ്പോഴായിരുന്നു ഇഞ്ചക്ഷൻ. പിന്നെ കരച്ചിലും കൂവലും ബഹളമൊക്കെ ആയിരുന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു 7 days എന്തായാലും അഡ്മിറ്റ് ആവണം, അത് കഴിഞ്ഞിട്ട് എക്സ്റേ എടുത്തിട്ട് നോക്കാമെന്ന് പറഞ്ഞു എങ്ങനെയുണ്ടെന്ന്. ഇപ്പം ബെറ്റർ ആവുന്നുണ്ട്, 80% ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ പുതിയൊരു നെബിലൈസിങ്ങിൻ്റെ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വേറൊരു മെഡിസിൻ കൂടി. അപ്പം കൊടുക്കാൻ പറഞ്ഞു. പിന്നെ കഫം നന്നായിട്ട് ബെറ്റർ ആവുന്നുണ്ട്, നല്ല രീതിയിൽ നെബിലൈസ് ഒക്കെ ചെയ്യിക്കുക എന്നൊക്കെ പറഞ്ഞു. ആൾ നെബിലൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഒരുവിധമൊക്കെ നെബിലൈസൊക്കെ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ 10-15 ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. വാ തുറന്ന് വെച്ചിട്ട് നെബിലൈസ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. ഈ കുഞ്ഞ് അവളങ്ങനെ അങ്ങോട്ട് വാ തുറന്ന് വെച്ച് പിടിക്കാറില്ല. പിന്നെ അപ്പോൾ അത്രയും കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഡോക്ടർ പോയത്. ടാറ്റ പോവാ. എന്തുവാ കയ്യിലിരിക്കുന്നേ? ചേട്ടായി വിളിച്ചോണ്ടോ കേട്ടോ? അത് പിന്നെ വരാം കേട്ടോ. കേട്ടോ മിഠായി കഴിക്കണം കേട്ടോ. മിഠായി അവിടെ ഉണ്ട്. വായി കൈ വെക്കാം. അങ്ങനെ സങ്കടം വരുമ്പോ ഇപ്പൊ ഒരു വായി കൈ വെപ്പാണ്. നമുക്ക് ടുമാറോ വരാം കേട്ടോ. ടാറ്റാ. അവള് മേളം വെക്കും, അവള് മേളം വെക്കുവെന്ന്. എങ്കിൽ പോ. ടാറ്റാ ടാറ്റാ. നമ്മുടെ പ്രിങ്കിൾസ് പൊട്ടിക്കണ്ടേ? ടാറ്റാ ബൈ. ആ
എവിടെ പോകണം? എന്തുവാ പറഞ്ഞിരുന്ന കാര്യം ആ ഒരു ടിഷ്യൂ കൂടെ വേണമല്ലോ. പിണങ്ങി കിടക്കുന്നതേ മീനൂട്ടി. മീനൂട്ടി എപ്പടി എണ്ണമയം പോലോട്ട് ക്യാമറയുടെ വായി എന്തായിരുന്നു? ഏത്തക്കാപ്പം വേണോ? വേണ്ടായോ? ചൂട് ഇങ്ങോട്ട് നീങ്ങാൻ താഴെ വീഴും. ഗായ്സ് പറ ഹലോ ഗൈസ് പറ. ആ എവിടെ പോയിട്ട് വരാനാ? എവിടെ പോവാ അച്ചായി മോളൂടെ? അത് നല്ല എ.ടി.എം കാർഡല്ലേ? അത് ഏതാ? യൂണിയൻ ബാങ്കിന്റെ. ആ പോന്നോ അച്ചായിട്ട്? എവിടെ പോകുന്നേ? ആ ഇച്ചിരി പോയിട്ട് വരാവോ? അമ്മയ്ക്ക് എന്താ മേടിച്ചോണ്ട് വരും? പാപ്പം വെച്ചിട്ട് വരുമോ? പാപ്പം വെച്ചോണ്ട് വരുമോ? ഹലോ കഴിച്ച് പാപ്പം ഉണ്ടോ? ടാറ്റാ. ആ ഹലോ ഗൈസ് പോയിട്ട് വരട്ടെ. ഓക്കെ ഹലോ ഗൈസ് പോയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് പോകുന്നില്ലേ? എന്തു പറ്റി ഇങ്ങ് പോന്നേ? ഓ പറയൂ ഗൈസ്. എന്തുവാ? എന്തുവാ? ആവലയോ? അവരിപ്പുണ്ടല്ലോ. കണ്ടില്ല? ഹലോ ഗൈസ് അറിയാൻ വരാം. മിനുട്ടി പച്ച കുതിരയെ താമര ഒന്ന് കാണിച്ച് എങ്ങനെ ചെയ്യുന്നു? ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ് ഒങ്ങാനി പോവാന്ന് പറ. ഒങ്ങാനി പോവാന്ന് പറ. ഗുഡ് നൈറ്റ്. ഫാൻ ഇടാം. നിങ്ങൾ ഗുഡ് നൈറ്റ് പറയാമെങ്കിൽ ഫാൻ ഇടാം. ഗുഡ് നൈറ്റ് പറഞ്ഞത്. ടാറ്റാ ബൈ ബൈ. ഗുഡ് നൈറ്റ് എന്ന് പറ. ഗുഡ് നൈറ്റ് എന്ന് പറ. ടാറ്റാ ബൈ ബൈ. ഗുഡ് നൈറ്റ്. ബൈ. അപ്പോൾ ഓക്കെ ബൈ. നാളെ കാണാം. ഗുഡ് നൈറ്റ്.